കർഷകരെ ലക്ഷ്യം വെച്ച് LDF കൊണ്ടുവന്ന മദ്യനയം UDF വന്നപ്പോൾ ബെക്കാടിക്ക് തുണയായി. അതെ, കേരളത്തിലെ കർഷകരെ ലക്ഷ്യമിട്ട് LDF നടത്തിയ നീക്കം UDF അധികാരത്തിൽ വന്നതോടെ അമേരിക്കൻ കമ്പനിയായ ബെക്കാടിക്ക് ലാഭമുണ്ടാക്കി കൊടുക്കുന്ന തലത്തിലേക്ക് നീങ്ങുകയാണ്. ലഹരി പൂർണ്ണമായും നിരോധിക്കുക എന്നത് ലോകത്തൊരിടത്തും നടക്കുന്ന കാര്യമല്ല. 42% വീര്യമുള്ള ഹാർഡ് ലിക്കർ കുടിക്കുന്നവരെ അതിൽ നിന്ന് മാറ്റിയെടുക്കാൻ 5% വീര്യമുള്ള പാനീയങ്ങൾ ഇറക്കുക എന്ന ഹാം റിഡക്ഷൻ തിയറി 100% പ്രാവർത്തികമാകുന്ന ഒന്നാണ്. നമ്മുടെ പറമ്പുകളിൽ വെറുതെ ചീഞ്ഞു പോകുന്ന ചക്കയും മാങ്ങയും കശുമാങ്ങയും വെച്ച് കേരളത്തിലെ കർഷകർ വീര്യം കുറഞ്ഞ തനതായ മദ്യം ഉണ്ടാക്കിയിരുന്നെങ്കിൽ കുടിയന്മാരുടെ കരളും രക്ഷപ്പെടുമായിരുന്നു, പാവം കർഷകന്റെ പോക്കറ്റും നിറയുമായിരുന്നു. പോരാത്തതിന് നമ്മുടെ നാട്ടിൽ 5 മുതൽ 8% വരെ വീര്യമുള്ള പ്രകൃതിദത്തമായ കള്ളുണ്ട്. അതിനെ ഒന്ന് നല്ല രീതിയിൽ ബ്രാൻഡ് ചെയ്ത് ടൂറിസവുമായി ബന്ധിപ്പിച്ച് നമ്മുടെ പരമ്പരാഗത പാനീയമായി ഇറക്കിയിരുന്നെങ്കിൽ കേരളത്തിലെ ചെത്തുതൊഴിലാളികൾ എങ്കിലും രക്ഷപ്പെടുമായിരുന്നു. പക്ഷെ സംഭവിച്ചത് മറ്റൊന്നാണ്. കർഷകന്റെ ചക്കയെയും ചെത്തുകാരന്റെ കള്ളിനെയും ചവറ്റുകുട്ടയിലിട്ട് കേരളം ചുവപ്പ് നാട അഴിച്ചുകൊടുത്തത് ആഗോള കുത്തകയായ ബെക്കാടി കമ്പനിക്കാണ്. ഇത് സതീശൻ സർക്കാർ ഒറ്റയ്ക്ക് ചെയ്തതല്ല. അതിന്റെ തിരക്കഥ എഴുതിയത് 2022 അന്നത്തെ LDF സർക്കാരാണ്. കർഷകരെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ അവർ അന്ന് കൊണ്ടുവന്ന വിദേശ മദ്യചട്ട ഭേദഗതിയിലെ മൈക്രോ ഡിസ്റ്റിലറി റൂൾസ് ആണ് ഇപ്പോൾ വിവാദമായിരിക്കുന്ന മദ്യനയത്തിന്റെ അടിത്തറ. പക്ഷേ കർഷകർക്ക് പകരം വൻകിട ഡിസ്റ്റിലറികൾക്ക് കേരളത്തിലേക്ക് നുഴഞ്ഞു കയറാനുള്ള ബാക്ക്ഡോർ എൻട്രിയായി അത് മാറിയിരിക്കുന്നു. ആ നിയമം പാസാക്കിയ ഉടനെ 4.8% വീര്യമുള്ള ബെക്കാടി ബ്രീസറും 8% വീര്യമുള്ള ബെക്കാടി പ്ലസും ഇറക്കാൻ ബെക്കാടി കമ്പനി അന്നത്തെ സർക്കാരിനെ സമീപിച്ചിരുന്നു. അന്ന് ആടിയിൽ നടക്കാതെ പോയത് ഒരൊറ്റ കാരണത്താലാണ്. എക്സൈസ് വകുപ്പ് ആവശ്യപ്പെട്ട നികുതി ഇളവ് കൊടുക്കാൻ അന്നത്തെ ധനവകുപ്പ് തയ്യാറായില്ല. ഫയൽ അവിടെ കിടന്നു. അന്ന് LDF ഫിനിഷ് ചെയ്യാതെ വെച്ച ആ ഓട്ടമാണ് ഇപ്പോൾ സതീശൻ സർക്കാർ ബാറ്റൺ വാങ്ങി ഫിനിഷ് ചെയ്തിരിക്കുന്നത്. നികുതിയിലെ ആ അവ്യക്തത മാറ്റി കുത്തക കമ്പനിക്ക് 131% നികുതി ഇളവും കൊടുത്തു. ചുരുക്കത്തിൽ കർഷകന്റെ കണ്ണീരൊപ്പാൻ എന്ന പേരിൽ ഇടതുപക്ഷം കുഴിച്ച കുഴിയിൽ വലതുപക്ഷം ബെക്കാടിയുടെ കുപ്പിയിറക്കി. പെട്രോളിന് 50 പൈസ കുറയ്ക്കാൻ പറഞ്ഞാൽ ഖജനാവ് മുടിയുമെന്ന് പറഞ്ഞ് കരയുന്നവരാണ് അമേരിക്കൻ മുതലാളിക്ക് 131% ഡിസ്കൗണ്ട് കൊടുത്തിരിക്കുന്നത്.